ഇപ്രാവശ്യത്തെ ഇതിന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഫ്രൈ ചെയ്തെടുത്ത് സവാള മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിൽ തന്നെ കാഷ്യൂസും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ബിരിയാണി പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പ്, ലെമൺ ജ്യൂസ്, മറ്റ് മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാള കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അതിലേക്ക് ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ തൈര്, മല്ലിയില, പുതിനയില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് നെയ്യ്, ഫ്രൈ ചെയ്തെടുത്ത ഒണിയൻ്റെ ആ ഒരു ഓയിൽ ഉണ്ടല്ലോ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റൈസ് നമ്മൾ ബസ്മതി റൈസ് ആണ് എടുക്കുന്നത്. 3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതേസമയം ചിക്കനും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ റൈസ് വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് സ്പൈസസും മല്ലിയില, പുതിനയില, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ബേ ലീവ്സും ഉപ്പും ഓയിലും ചേർത്ത് തിളച്ച് വന്നതിന് ശേഷം അരി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റിന് ശേഷം അരിക്കുള്ള വെള്ളം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഒരു 70% കുക്കായി വന്നാൽ ഈ ചിക്കൻ അപ്പോഴേക്കും കുക്കായിട്ട് വന്നിട്ടാവും. അതിൻ്റെ മുകളിലേക്ക് 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പാലിൽ കുറച്ച് കുങ്കുമപ്പൂവ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ കുറച്ച് നെയ്യും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒണിയനും കാഷ്യൂസും റൈസിൻസും എല്ലാം കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. പിന്നെ 1 മണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. പെർഫെക്റ്റ് ഹൈദരാബാദി ദം ബിരിയാണി സെറ്റ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ക്യാപ്ഷനിൽ കൊടുക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം.